ഇന്ന് നമുക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളൊന്ന് നോക്കിയാലോ. കേരളം രൂപം കൊണ്ട വർഷം എന്നാണ് നിങ്ങൾക്കറിയാം, 1956 നവംബർ 1 കേരളത്തിന്റെ വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈൽ എന്നും പറയാം. ഇന്ത്യൻ യൂണിയന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% കേരളം. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 21. കേരളത്തിന്റെ കിഴക്ക് എന്താണ്? പശ്ചിമഘട്ടം. കേരളത്തിന്റെ പടിഞ്ഞാറ് എന്താണ്? അറബിക്കടൽ. വടക്ക് അഥവാ വടക്ക് കിഴക്ക് എന്താണ്? കർണാടകയാണ്. അതുപോലെ തന്നെ തെക്ക് അഥവാ തെക്ക് കിഴക്ക് തമിഴ്നാടുമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തെങ്ങാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മലമുഴക്കി വേഴാമ്പൽ. അടുത്ത കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആന. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ കരിമീൻ. അതുപോലെ തന്നെ ഫലം ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക. പാനീയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇളനീരാണ്. ചിത്രശലഭം, കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതെന്ന് ചോദിച്ചാൽ ബുദ്ധമയൂരി. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ചോദിച്ചു കഴിഞ്ഞാൽ ബാസില്ലസ് സബ്റ്റിലിസ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്നത്. അത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണടാ? അത് 590 അഥവാ 600 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ചോദിച്ചു കഴിഞ്ഞാൽ 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. കേരളത്തിൽ ആകെ എത്ര ജില്ലകൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 14 ജില്ലകൾ. എന്നാൽ കടൽ തീരമുള്ള കേരളത്തിന്റെ ജില്ലകൾ എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്, 9 എണ്ണം. എന്നാൽ കടൽ തീരം ഇല്ലാത്ത കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാ? അത് 5 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് പറയാമോ? ഞാൻ പറയാം. ഒന്നാമത്തത് പാലക്കാട്, പിന്നെ വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഈ 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല. ഏതൊക്കെയാണടാ? പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. കേരളത്തിൽ ആകെ നദികൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 44 നദികളാണുള്ളത്. അതിൽ 41 എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ്. 3 എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. ആ 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് കബനി, 2 ഭവാനി, 3 പാമ്പാർ. ഇതിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബനി തന്നെയാണ്. കബനി ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാർ. നമ്മൾ ആ ഒരു ഓർഡറിന് പറഞ്ഞാൽ മതി: കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കുറച്ച് പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ കബനി എന്താണ്? വലിയ നദിയാണ്. പാമ്പാർ എന്താണ്? ചെറിയ നദിയാണ്. ഈ നദികൾ എന്താണ്? കാവേരി നദിയുടെ പോഷക നദികളാണെന്നും ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിന് ഉത്തരം പറയും? ഇടുക്കിയാണ്. എടാ, ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണെടാ? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, പെരിയാറാണ്. ഇതിന്റെ നീളം ചോദിച്ചാൽ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നീളം കുറഞ്ഞ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണടാ? ആനമുടിയാണ്. ആനമുടി. എത്രയാണ് അതിന്റെ മീറ്റർ എന്ന് പറയുന്നത്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. 2700 ആവാൻ 5 കുറവ്. 2700 ആവാൻ 5 കുറവാണ് എത്ര? 2695. 2695 മീറ്റർ ഏതിന്റെ ഉയരമാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരമാണ് 2695. 2700 ആവാൻ 5 കുറവ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന കേരളത്തിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. ആലപ്പുഴയിലെ കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാലും വയനാടാണ്. അയൽ സംസ്ഥാനങ്ങളായ കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് എന്ന സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. ഒരേ ഒരു താലൂക്ക് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരി. ഒരേ ഒരു ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് നൂൽപ്പുഴയാണ്. ഒരേ ഒരു ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുത്തങ്ങയാണ്. അപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയെ കേരളത്തിനുള്ളൂ, അത് വയനാടാണ്. അതുപോലെ തന്നെ ഒരേ ഒരു താലൂക്കേ ഉള്ളൂ, അത് സുൽത്താൻ ബത്തേരി. ഒരേ ഒരു ഗ്രാമപഞ്ചായത്തേ ഉള്ളൂ, അത് നൂൽപ്പുഴ. ഒരേ ഒരു ഗ്രാമമേ ഉള്ളൂ, അത് ഏതാണ്? മുത്തങ്ങയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് മറക്കാണ്ട് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കേരള ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിനെ 3നെയും പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ക്ലാസ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ നോ എന്നും കമന്റ് ഇട്ടോട്ടോ. അടുത്ത നമുക്ക് വേറെ ടോപ്പിക്ക് നോക്കാം. നമുക്ക് വേറെ ഏത് ടോപ്പിക്ക് വേണം നോക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ
കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.